ഇന്ന് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പാഠമായ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് നോക്കാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഐറിഷ് നോവലിസ്റ്റായ ലിയാം ഒ ഫ്ലാഹർട്ടിയാണ്. ദിസ് സ്റ്റോറി ഈസ് അബൌട്ട് എ യങ് സീഗൾ, എ ലിറ്റിൽ സീഗൾ ലേണിംഗ് ടു ഫ്ലൈ. അയർലൻഡിലും ഇംഗ്ലണ്ടിൻ്റെയൊക്കെ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണ്. There are seashores with tall cliffs. ആ ക്ലിഫിലെ പാറക്കെട്ടുകളിൽ ഈ കടൽക്കാക്കകൾ കൂടുവെച്ച് മുട്ടയിട്ട് താമസിക്കാറുണ്ട്. അപ്പം ലിയാം ഒ ഫ്ലാഹർട്ടി ശരിക്കും അങ്ങനെ നേരിട്ട് ഒബ്സർവ് ചെയ്ത്, നേച്ചറിനെയൊക്കെ നേരിട്ട് ഒബ്സർവ് ചെയ്ത് എഴുതിയ ഒരു കഥയായിരിക്കാം. എന്തായാലും ഒരുപാട് ഹ്യൂമൻ ഇമോഷൻസ്, മനുഷ്യഭാവങ്ങളൊക്കെ നൽകിയാണ് ഈ ഓരോ കഥാപാത്രത്തെ. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം കടൽക്കാക്കകളാണ്. ഒരു കടൽക്കാക്ക ഫാമിലിയുടെ കഥയാണ്. ഒരു അച്ഛൻ സീകൾ, ഒരു അമ്മ സീകൾ, അല്ലെ, ഒരു ഫാദർ സീകൾ, ഒരു മദർ സീകൾ, ഒരു മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വന്ന് പറക്കുമുറ്റാത്ത ഇപ്പോൾ പറന്നു തുടങ്ങിയ 4 കുഞ്ഞുങ്ങൾ. അതിൽ ഒരു കുട്ടി മാത്രം പറക്കാതെ കൂട്ടിലൊറ്റയ്ക്ക് ആയി പോകുന്നതാണ് ആ പക്ഷിയുടെ ഭയത്തെക്കുറിച്ചുള്ളതാണ് ഈ ചെറുകഥ. അത് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്, രസകരവുമാണ്. ഞാൻ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ യൂണിറ്റുകളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ തീമുകളെ ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പം ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഒരു തീം സെൽഫ് കോൺഫിഡൻസ്, മോട്ടിവേഷൻ ഒക്കെയാണ്. സ്ട്രഗ്ലിംഗ് ടു അച്ചീവ് യുവർ ഡ്രീംസ് ഇൻ ലൈഫ്. അങ്ങനെ ഒരു തീമിനെ ബേസ് ചെയ്താണ് 4 ചാപ്റ്റർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതും ഇതും അങ്ങനെയാണ്. മോട്ടിവേഷണലായ ലൈഫിലേക്ക് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസൊക്കെ എടുക്കുമ്പം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പം ധൈര്യത്തോടെ എടുക്കണം എന്നൊക്കെയുള്ളൊരു മെസ്സേജാണ് ഈ സ്റ്റോറി തരുന്നത്. സ്റ്റോറിക്ക് മുമ്പ് നമുക്ക് മെസ്സേജിലേക്ക് കടക്കണ്ട, ഇൻട്രോ ആയിട്ട് പറഞ്ഞതാണ്. So let us start. His first flight by Liam O. Flaherty. The young seagull was alone on his ledge. ലെഡ്ജ് ഈ കൊക്കയിൽ, കടലിന് സൈഡിലുള്ള കൊക്കയിൽ കടലിലേക്ക് തള്ളി നിൽക്കുന്ന പാറക്കെട്ടിനാണ് ലെഡ്ജ് എന്ന് പറയുന്നത്. എന്ത് സാധനവും കുറച്ച് തള്ളി നിൽക്കുന്ന ഒരു പോർഷനാണ് ലെഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പാറക്കെട്ടിൽ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം. അതൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ടെക്സ്റ്റുള്ളവർക്ക് നോക്കാം. The young seagull was alone. Little seagull അവിടെ ഒറ്റയ്ക്കായിരുന്നു. His 2 brothers and his sister had already flown away the day before. അവനോടൊപ്പം തന്നെ വിരിഞ്ഞ അവൻ്റെ 2 ബ്രദേഴ്സും ഒരു ലിറ്റിൽ സിസ്റ്ററും ഉണ്ട്. They had already flown away. അവർ ഓൾറെഡി തലേ ദിവസം തന്നെ പറന്നു പോയി കഴിഞ്ഞിരുന്നു. He had been afraid to fly with them. ഇവൻ പേടിച്ച് മാറി നിന്നതാണ്. Somehow, when he had taken a little run to the brink of the ledge and attempted to flap his wings, he became afraid. എന്തുകൊണ്ടോ സംഹൗ ഇവനും അവരെ പോലെ അവൻ്റെ വിങ്സ് ഫ്ലാപ്പ് ചെയ്ത് ഈ ലെഡ്ജിൻ്റെ ബ്രിങ്ക് മീൻസ് എഡ്ജിലേക്ക് ഓടി വന്ന് ചിറകടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ഭയന്നുപോയി. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച് ഡൗൺ ബിനീത്ത്. വിശാലമായ കടൽ ഇങ്ങനെ താഴെ പരന്ന് കിടക്കുകയാണ്. ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ, മൈലുകൾ താഴെയാണ് കടലെന്നൊക്കെ അവന് തോന്നിപ്പോയി. അവൻ്റെ ഭയം കൊണ്ടാണ്. നമ്മളെപ്പോഴും ഭയം വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ചെറിയ ഭയങ്ങളെ അല്ലേ നമ്മൾ എക്സാജറേറ്റ് ചെയ്യാറുണ്ട്. ഭയമാണ് നമ്മുടെ അല്ലേ ഒരു ചെറിയ കയറ് കഷ്ണത്തെ പോലും പാമ്പാക്കി മാറ്റുന്നത് ഭയമാണ് എന്നൊക്കെ പറയും. അതുപോലെയാണ്. അവനതിനെ കോൺക്വർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഹി ഫെൽറ്റ് സർട്ടൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിസ് വെയ്റ്റ് and ran way back to the little hole under the ledge where he slept at night. അപ്പോൾ അവനവിടെ ഒറ്റയ്ക്ക് അവൻ്റെ ലെഡ്ജിൽ, നെസ്റ്റിൽ അവൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ പറന്നു പോയി കഴിഞ്ഞപ്പോഴും അവനവിടെ ഒറ്റയ്ക്കായിപ്പോയി. Even when each of his brother and little sister, whose wings were far shorter than his own, ran to the brink, അവൻ്റെ each of his brother and even his little sister, yesterday when they are attempting to fly, each of them ran to the brink. അതിൻ്റെ ലെഡ്ജിൻ്റെ എഡ്ജിലേക്ക് അവർ ഓടി വന്ന് ചിറകടിച്ച് പറന്നു പോയപ്പോഴും അവനതിലുള്ള ധൈര്യം സംഭരിക്കാൻ കഴിഞ്ഞില്ല. ഹി ഫെയിൽ ടു മസ്റ്റർ അപ്പ് കറേജ്. മസ്റ്റർ കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം സംഭരിക്കുക എന്നാണ്. അവനതിന് കഴിഞ്ഞില്ല. ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച്. എന്തിനാണ്?
പ്ലഞ്ച് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വെള്ളത്തിലേക്കൊക്കെ എടുത്തു ചാടുന്നതിനാണ്, എടുത്തു ചാട്ടമാണ് പ്ലഞ്ച്. അപ്പം വെള്ളത്തിലേക്ക് എടുത്ത് ചാടാനുള്ള, കടലിലേക്ക് എടുത്ത് ചാടാനുള്ളൊരു ധൈര്യം അവന് ആ ധൈര്യം സംഭരിക്കാൻ കഴിഞ്ഞില്ല. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം റൗണ്ട് കോളിംഗ് ടു ഹിം ശ്രില്ലി. അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു, ശ്രിൽ കോളുകൾ കൊണ്ട് അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട്. സ്കോൾഡിങ് ഹിം, ശ്രിൽ എന്ന് പറഞ്ഞാൽ ഹൈ പിച്ച്ഡ് എന്നാണ്, ഹൈ ഫ്രീക്വൻസിയിൽ കിളികളുടെ കരച്ചിലാണ്. സ്കോൾഡിങ് ഹിം, സ്കോൾഡ് ചെയ്യുക, വഴക്ക് പറയുക. ത്രെട്ടണിങ് ഹിം ടു ലെറ്റ് ഹിം സ്റ്റാർ. അപ്പോൾ അവന് കൊടുത്ത താക്കീതെന്ന് പറയുന്നത്, നീ ഇവിടെ ഒറ്റയ്ക്ക് പറക്കാതെ ഇരുന്നാൽ യു വിൽ സ്റ്റാർ ടു ഡെത്ത്, പട്ടിണി കിടന്ന് നിനക്ക് ചാകേണ്ടി വരും. പക്ഷേ ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം, കൊന്നാലും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനാണ്. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് ഫ്ലൈ, ഹി കുഡ് നോട്ട് ഈവൻ മൂവ്. ദാറ്റ് വാസ് 24 hours ago. അത് ഇന്നലെയായിരുന്നു. സെൻസ് ദെൻ നോ ബഡി ഹാഡ് കം നിയർ ഹിം. അവൻ്റെ പാരൻസ്, അവൻ്റെ കുടുംബം അവനെ മൈൻഡ് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ അവന് കൊടുത്ത ഒരു ശിക്ഷയാണ് അവൻ്റെ ധൈര്യക്കുറവിന്. ദ ഡേ ബിഫോർ, തലേ ദിവസം, ഓൾ ഡേ ലോങ്, ദിവസം മുഴുവനും, ഹി ഹാഡ് ടു വാച്ച് ഹിസ് പാരൻസ് ഫ്ലൈയിങ് അബൌട്ട്. അവൻ്റെ അച്ഛനും അമ്മയും അവിടെ പറന്ന് നടക്കുന്നത് അവന് നോക്കിയിരിക്കേണ്ടി വന്നു. എന്ത് ചെയ്യായിരുന്നു അവർ? പെർഫെക്റ്റിംഗ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, ടീച്ചിങ് ദം ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. ഫ്ലൈറ്റ് എന്ന ആർട്ട് അല്ലേ, പറക്കുക, ഫ്ലൈയുടെ നൗൺ ഫോമാണ് ഫ്ലൈറ്റ്. അപ്പം പറക്കൽ എന്ന കലയിൽ അവർക്ക് അഭ്യസിപ്പിച്ച് കൊടുക്കുന്നതും, ഈ അവൻ്റെ സഹോദരങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നതും, മീനിന് വേണ്ടി കടലിലേക്ക് ഡൈവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുന്നതും, ഹൗ ടു സ്കിം ദ വേവ്സ്. ഈ വേവ് സ്കിം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ സ്കിംഡ് മിൽക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്, പാലിൽ നിന്ന് പാടയൊക്കെ അരിച്ചു മാറ്റിയെടുക്കുന്നതിനാണ് സ്കിം ചെയ്യുക എന്ന് പറയും. അതുപോലെ ഫ്ലോട്ട് ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ്. അപ്പോൾ ഒന്നുകിൽ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, അതുമല്ലെങ്കിൽ എങ്ങനെയാണ് തിരമാലകൾക്ക് മുകളിലൂടെ തൊട്ടില്ലെന്ന് പറഞ്ഞ് പറക്കുന്നത്, മീനെയൊക്കെ നോക്കിക്കൊണ്ട്. ഈ കലകളെല്ലാം, അല്ലെങ്കിൽ ഒരു സീകളിന് കടൽ ജീവിതത്തിൽ സർവൈവ് ചെയ്യാൻ ആവശ്യമുള്ള സ്കില്ലുകളെല്ലാം ഹിസ് പാരൻസ് വെയർ ടീച്ചിങ് ഹിസ് അതർ സിബ്ലിങ് അറിയാമല്ലോ, സഹോദരങ്ങളെയാണ് ഇംഗ്ലീഷിൽ സിബ്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പം അത് ഒരു ന്യൂട്രൽ ജെൻഡറിലാണ്, അത് ആണും പെണ്ണും ആകാം. അപ്പം അവന് 3 സിബ്ലിങ്സ് ഉണ്ട്. അപ്പം ഇവർ 3 പേരെയും പഠിപ്പിക്കുന്ന അസൂയയോടെ, ദുഃഖത്തോടെ, വേദനയോടെ അവൻ കണ്ടു നിൽക്കേണ്ടി വന്നു. ഈവൻ ഹി ഹാഡ് സീൻ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിങ്. അവൻ്റെ ചേട്ടൻ ആദ്യത്തെ ഹെറിങ്ങിനെ പിടിക്കും. ഹെറിങ് ഒരു ചെറിയ മീനാണ്, കടൽ മീനാണ്, പിടിക്കുന്നതും അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വന്ന് അവൻ്റെ ചേട്ടനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതൊക്കെ അസൂയയോടെ അവൻ ഇന്നലെ മുഴുവൻ നോക്കി നിൽക്കുകയായിരുന്നു. ഹിസ് പാരൻസ് സർക്കിൾ റൗണ്ട് ഹിസ് എൽഡർ ബ്രദർ റേസിങ് എ പ്രൗഡ് കാക്കിൾ. കിളികളുണ്ടാക്കുന്ന ഒച്ചയാണ്. അപ്പം അവൻ്റെ ചേട്ടനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് വട്ടമിട്ട് പറക്കുന്നതൊക്കെ അവൻ്റെ ഇരുന്ന് കാണുകയാണ്. All the morning, the whole family walked on the big plateau midway down the opposite cliff. അവനിരിക്കുന്ന കടൽ തിട്ടയിൽ, അല്ലെങ്കിൽ ആ ക്ലിഫിൽ, കൊക്കയിൽ, പാറക്കെട്ടിൽ, അതിന് ഓപ്പോസിറ്റ് ഒരു ക്ലിഫ് കാണാം അവിടെ നിന്നാൽ. അപ്പം അവിടെ ഓപ്പോസിറ്റ് ക്ലിഫിലെ ഒരു പ്ലാറ്റോയിലാണ്. പ്ലാറ്റോ നിങ്ങൾക്കറിയാം, ഉയർന്ന ഭൂമിക്കാണ് പ്ലാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അവൻ്റെ ഫാമിലി അവിടെ പേർച്ച് ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണ്. അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവൻ ഇവിടെ നിന്ന് പറക്കാനാകാതെ കാണേണ്ടി വരുന്നു. അപ്പോൾ ആക്ച്വലി ഇവൻ്റെ പാരൻസും ഫാമിലിയും ചെയ്യുന്ന ഒരു ട്രിക്കാണത്. ഇവനെ കൊണ്ട് ഇത് കണ്ട് അവന് പറക്കാനൊരു പ്രചോദനം കിട്ടാൻ വേണ്ടി, ഇല്ലെങ്കിൽ അവർക്ക് പറന്ന് ദൂരെ എവിടെയെങ്കിലും പോകല്ലോ, അവൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ നിന്ന് ഇതൊക്കെ ചെയ്യുകയാണ് അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. ലാഫിങ് അറ്റ് ഹിസ് കവർഡസ്. ഇത് കൂടാതെ അവർ ഇവനെ കളിയാക്കുന്നുമുണ്ട്. അത് നമുക്കൊക്കെ ജീവിതത്തിൽ നേരിടേണ്ട ഒരു സാധനമാണ്. സ്വന്തം കുടുംബത്തിൽ നിന്നാണെങ്കിലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ നമ്മളെ കളിയാക്കും. അപ്പം അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയണം എന്നൊരു മെസ്സേജ് ഉണ്ട് അതിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും എന്തെങ്കിലും നമ്മൾ അല്ലേ, എന്തെങ്കിലും ഒരു ആഫ്റ്റർ എഫക്റ്റിനെ ഭയന്നാണ് നമ്മൾ പല ഫസ്റ്റ് സ്റ്റെപ്പുകളും എടുക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും നാണം കെടേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കാര്യമില്ലെങ്കിൽ ഞാൻ പിന്നീട് ബുദ്ധിമുട്ടേണ്ടി വരും എന്നൊരു ചിന്തയാണ് നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ അവനെ മോട്ടിവേറ്റ് ചെയ്യാനായി പല ട്രിക്കുകൾ അവർ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്, അവനെ കളിയാക്കുന്നുണ്ട്. ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ. സൂര്യൻ ഉദിച്ചു വരികയാണ്. ബ്ലേസിങ് വാംലി ഓൺ ഹിസ് ലെഡ് ദാറ്റ് ഫേസ് സൗത്ത്. അവൻ സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന അവൻ്റെ ലെഡ്ജിലാണ് അവൻ ഇരിക്കുന്നത്. അപ്പം ബ്ലേസിങ് വാം സൺലൈറ്റ് അതിൽ വീഴുന്നുണ്ട്. നല്ല തീക്ഷ്ണമായ ചൂടുള്ള വെയിൽ അടിക്കുന്നുണ്ട്.
he felt the heat because he had eaten nothing since the previous nightfall. തലേന്ന് രാത്രിക്ക് ശേഷം അവനൊന്നും കഴിച്ചിട്ടില്ല. അവൻ ആഹാരമൊക്കെ തിരക്കി അവിടെ അവന് നടന്ന് എത്താൻ പറ്റുന്നിടത്തെല്ലാം, അവൻ്റെ ലെഡ്ജിൽ ആ പാറക്കെട്ടിൽ അവന് നടന്നെത്താൻ പറ്റുന്നിടത്തെല്ലാം അവൻ അരിച്ചു ഉറക്കി നോക്കി. അപ്പോൾ ഒരു കഷ്ണം ഫുഡ് പോലും അവന് കിട്ടിയിട്ടില്ല. ഒരു ഡ്രൈഡ് പീസ് ഓഫ് മാക്രൽസ് ടെയിലാണ് അവന് ആകെ കിട്ടിയത്. അതൊരു മീനാണ്. അപ്പോൾ അവൻ്റെ അമ്മയൊക്കെ ചിലപ്പോൾ അവന് കൊടുക്കാനായി ആഹാരം കൊണ്ടുവന്ന് വെച്ചതായിരിക്കാം. Now there was not a single scrap of food. ഒരു കഷ്ണം ആഹാരം പോലും അവിടെയെങ്ങും അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. Every inch he searched. അവിടെ എല്ലാം അരിച്ചു പറക്കി. റൂട്ടിങ് among the rough dirt caked floor of the nest. ഇപ്പോൾ നെസ്റ്റൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. ഈ കുട്ടികളൊക്കെ വിരിഞ്ഞ് വന്ന മുട്ടയുടെ തോടുകൾ, പീസസ് ഓഫ് എഗ് ഷെൽ അവിടെയൊക്കെ സ്കാറ്റേഡ് ആയിട്ട് കിടപ്പുണ്ട്. ഹി ഈവൻ ട്രൈ ടു ഗ്നോ, GNAW എന്നൊരു വാക്കതിലുണ്ട്. അതിങ്ങനെ പല്ലുകൾക്കിടയിൽ വെച്ച് കരണ്ട് തിന്നുന്നതിനാണ് ഗ്നോയിങ് എന്ന് പറയുന്നത്, GNAW. അപ്പം അവനൊരു കഷ്ണം മുട്ടത്തോടെടുത്ത് ചവച്ച് വരെ നോക്കി. But he felt repulsed and spat it out. It was like eating a part of himself. അവൻ്റെ തന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കഴിക്കും. കാര്യം അവൻ തന്നെ വിരിഞ്ഞു വന്ന മുട്ടയുടെ തോടല്ലേ, അതുപോലെ അവൻ കഴിച്ചു നോക്കി. He then trotted back and forth അല്ലേ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അവനിങ്ങനെ ട്രോട്ട് ചെയ്തു. ട്രോട്ടിങ് ഇസ് വാക്കിംഗ് ക്വിക്ക്ലി, ബ്രിസ്ക് വാക്കിങ്ങിനാണ് ഈ ട്രോട്ട് എന്ന്, ഫോക്സ് ട്രോട്ട് എന്നൊക്കെ പറയും. ഈ കാറ്റ് വാക്കിലൊക്കെ ഫാഷൻ ഷോയിലൊക്കെ നടക്കുന്ന പോലെ ഒരു നടത്തയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് സ്വസ്ഥനായി. ഹിസ് ലോങ് ഗ്രേ ലെഗ്സ്, അവൻ്റെ നീളമുള്ള ചാരനിറമുള്ള കാലുകൾ, സ്റ്റെപ്പിംഗ് ഡെയിൻറ്റിലി സോഫ്റ്റായിട്ട് ഇങ്ങനെ വെച്ചു. ഹി വാസ് തിങ്കിങ് ഹൗ ടു റീച്ച് ഹിസ് പാരൻസ് വിത്തൗട്ട് ഫ്ലൈയിങ്, ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം. അപ്പം രണ്ട് സൈഡിൽ നോക്കിയപ്പോൾ ഇറ്റ് വാസ് എ ഷിയർ ഫാൾ ഓഫ് പ്രിസിപ്പിസ്. ഒരു വലിയ കുത്തനെ കീഴ്ക്കാൻ തൂക്കായ കൊക്കയാണ്. ഷിയർ മീൻസ് കംപ്ലീറ്റ് ഫാൾ ഓഫ് അല്ലേ, ഷാർപ്പ് എന്താണ് ഓൾട്ടിറ്റ്യൂഡാണ്. അവൻ നോക്കിയപ്പോൾ അവിടെ എങ്ങും അള്ളിപ്പിടിച്ചിരിക്കാനൊന്നും സ്ഥലമില്ല. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. പിന്നെ അവൻ്റെ പാരൻസും ഫാമിലി ഇരിക്കുന്ന ഓപ്പോസിറ്റ് ക്ലിഫിലേക്ക് കൊക്കയിലേക്ക് നോക്കുമ്പോൾ ഇടയിൽ കടലാണ്. അപ്പം ഡീപ്പ് ആൻഡ് വൈഡ് ക്രാക്ക്. അപ്പം there was no way he could reach the other side. Surely he could reach them without flying if he could only move northwards along the cliff face. അപ്പോൾ അവൻ ആലോചിക്കുകയാണ്, can he move along the cliff face? ഈ ക്ലിഫിൻ്റെ പാറക്കെട്ടിൻ്റെ വശത്ത് അള്ളിപ്പിടിച്ചിരുന്ന് അപ്പുറത്തെത്താൻ പറ്റുമോ എന്നൊക്കെ അവൻ ആലോചിക്കുകയാണ്. there was no ledge. ഹി വാസ് നോട്ട് എ ഫ്ലൈ. അപ്പോൾ അവൻ ആലോചിക്കുകയാണ്, ഞാൻ ഈച്ചയൊന്നും അല്ലല്ലോ. അല്ല, ഈച്ചയും പല്ലിയൊക്കെ അങ്ങനെ മതിലിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈച്ചയൊന്നും അല്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? there was no ledge and he was not a fly. ആൻഡ് അബവ് ഹിം ഹി കുഡ് സീ നത്തിങ്. ആകാശത്തേക്ക് നോക്കുമ്പോൾ അവനൊന്നും കാണുന്നില്ല, അനന്തതയാണ്. ദ പ്രിസിപ്പിസ് വാസ് ഷിയർ. മേളിലേക്കും കുത്തനെയുള്ള കയറ്റമാണ്. പ്രിസിപ്പിസ് ഈ കൊക്കയാണ് കേട്ടോ. ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് പെർഹാപ്സ് ഫാദർ എവേ ഫ്രം ദ സീ ബിനീത്ത് ഹിം. അതിൻ്റെ മേളിലേക്ക് നോക്കുമ്പോൾ അത് കടലിലേക്ക് തള്ളി നിൽക്കുകയാണ്. അപ്പോൾ അതിലേ വലിഞ്ഞു കയറി അവൻ എങ്ങും പോകാൻ പറ്റില്ല. ഹി സ്റ്റെപ്സ് സ്ലോലി ഔട്ട് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്. ഇവിടെ മുതലാണ് ഈ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അവൻ പതുക്കെ ആ ലെഡ്ജിൻ്റെ ബ്രിങ്കിലേക്ക്, എഡ്ജിലേക്ക് നടന്നു ചെന്നിട്ട് ഹി സ്റ്റുഡ് ഓൺ വൺ ലെഗ്. ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. ആൻഡ് ഹി പ്രിറ്റൻഡഡ് ടു ബി ഫോളിങ് എ സ്ലീപ്പ്. ഒരു കണ്ണൊക്കെ അടച്ചിട്ട് പതുക്കെ അവൻ്റെ അമ്മയൊക്കെ നോക്കുന്നുണ്ടോ നോക്കിയിട്ട് ഉറക്കം നടിക്കുകയാണ്. അതവൻ്റെ ഒരു നമ്പറാണ്. അവൻ്റെ പാരൻസിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ. ഇതൊക്കെ എല്ലാ കുട്ടികളും ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കാം അല്ലേ. ചില സമയത്തൊന്നും കഴിക്കാതൊക്കെ കിടന്ന് നോക്കുമ്പോൾ വന്ന് അമ്മയൊക്കെ വന്ന്, ചിലപ്പോൾ സോഫ്റ്റായ അമ്മമാരാണെങ്കിൽ. പക്ഷേ ഇവിടെ ഹി ക്ലോസ്ഡ് വൺ ഐ ആൻഡ് പ്രിറ്റൻഡ് ചെയ്യുക മീൻസ് അറിയാലോ, അഭിനയിക്കുന്നതിനാണ്. പ്രിറ്റൻഡഡ് ടു ബി ഫോളിങ് അസ്ലീപ്. സ്റ്റിൽ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. അവർ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഒരു പക്ഷേ പാരൻസൊക്കെ നേരത്തെ തമ്മിൽ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് അല്ലേ. അവൻ പല നമ്പറും കാണിക്കും, നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. അപ്പോൾ അവനവൻ്റെ ബ്രദേഴ്സിനെ നോക്കിയപ്പോൾ 2 ബ്രദേഴ്സും അവൻ്റെ സിസ്റ്ററും ദേ വർ ലൈങ് ഓൺ ദ പ്ലാറ്റോ. ആ പ്ലാറ്റോ സ്പെല്ലിംഗ് അറിയാമല്ലോ, PLATEAU ആണ്. അത് മാറിപ്പോയത് ബ്യൂട്ടിഫുൾ എന്ന വാക്കിലേക്ക് പോലെ EAU എന്നൊരു കോമ്പിനേഷനാണ്. പ്ലാറ്റോ, പീഠഭൂമി. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ പ്ലാറ്റോവിൽ ദേ വർ ഡോസിങ്. DOZING, ഡോസിങ്. ഈ മയക്കത്തിനാണ് ഡോസ് ചെയ്യുക എന്ന് പറയുന്നത്. സ്നൂസ് നിങ്ങൾക്ക് അറിയാവുന്നൊരു വാക്കായിരിക്കും. ഈ അലാറമൊക്കെ വെച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മടി തോന്നുമ്പോഴത്തേക്കും നമുക്കൊരു 10 മിനിറ്റും കൂടെ ഉറങ്ങാനായി അതിനകത്തൊരു മനോഹരമായൊരു ഓപ്ഷൻ ഫോൺ തരാറുണ്ട് നമുക്ക്. അപ്പോൾ അത് സ്നൂസ് എന്ന് പറയും. അതൊക്കെ മയക്കമാണ്. ഡോസിങ്, സ്നൂസിങ് ഒക്കെ, നാപ്പ്, അതൊക്കെ ചെറിയ മയക്കത്തിനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ മയങ്ങി കിടക്കുകയാണ്. ഹിസ് ഫാദർ വാസ് പ്രേണിങ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. അവൻ്റെ അച്ഛനെ നോക്കിയപ്പോൾ ഉണ്ട് തൻ്റെ ചിറകിലെയും പുറത്തെയൊക്കെ തൂവലുകൾ അടുക്കി ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ദുഃഖവും അല്ലേ. നമ്മൾ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മൾ പ്രാണവേദന എടുത്ത് കിടക്കുമ്പോൾ നമ്മുടെ അച്ഛൻ വന്ന് മുടി വീക്കൊണ്ട് നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ അവൻ്റെ അച്ഛൻ ഫെദർ അടുക്കി വെക്കുകയാണ്. അവന് മൈൻഡ് ചെയ്യുന്നില്ല. ഉള്ളി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. അവൻ്റെ അമ്മ അവനെ നോക്കുന്നുണ്ടായിരുന്നു. അമ്മമാരെ നോക്കുകയുള്ളൂ അല്ലേ.
ഷി വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലാറ്റോ. അപ്പോൾ ആ പ്ലാറ്റോയിൽ ഒരു ഇച്ചിരി കുറച്ചുകൂടി ഉയർന്ന ഒരു കല്ലിൻ്റെ പുറത്ത്, ഹംപ് അറിയാമല്ലോ, ഉയർന്ന സ്ഥലത്ത് ഹെർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്, നെഞ്ചൊക്കെ വിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു സോഫ്റ്റായൊരു അമ്മയല്ല ഇവിടെ, വളരെ സ്റ്റേണായ സ്ട്രിക്റ്റായ, അല്ലേ, അവൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഉദ്ദേശം എന്ന് അവിടെ നിന്ന് ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് ഈ അമ്മ. ഷീ ടോർ അറ്റ് എ പീസ് ഓഫ് ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹെർ ഫീറ്റ്. അപ്പോൾ അവളുടെ കാൽക്കൽ ഒരു കഷ്ണം മീൻ കിടപ്പുണ്ട്. ഇതിപ്പോൾ അവരെല്ലാവരും കൂടെ പിടിച്ച മീൻ അവർ കഴിച്ചിട്ട് ബാക്കി വന്നത് അവിടെ ഇങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ അമ്മയുടെ ഒരു കരുതലാണ് മകന് വേണ്ടിയുള്ളത്. പക്ഷേ അത് കൊണ്ട് കൊടുക്കാൻ വേണമെങ്കിൽ അമ്മയ്ക്ക്, പക്ഷേ അമ്മ കൊടുക്കില്ല, കാര്യം അവൻ പറക്കണം. അപ്പോൾ അതിൻ്റെ കഷ്ണം ഇങ്ങനെ കീറിയിട്ട് ഷി വാസ് സ്ക്രേപ്പിംഗ് ഈച്ച് സൈഡ് ഓഫ് എർ ബീക്ക് ഓൺ ദ റോക്ക്. എന്നിട്ടിങ്ങനെ ബീക്ക് അറിയാമല്ലോ, ഇപ്പോൾ പക്ഷികളുടെ ചുണ്ടാണ്, അപ്പോൾ അതിങ്ങനെ റോക്കിലിട്ടിങ്ങനെ ഉരയ്ക്കുന്നുണ്ട്. ദ സൈറ്റ് ഓഫ് ഫുഡ് മാഡൻ ഹിം, അത് ഇവനെ കൊതിപ്പിക്കാൻ ചെയ്യുന്നതാണ്. അവനിത് കണ്ട് പ്രാന്ത് പിടിക്കുകയാണ്. ഹൗ ഹി ലവ് ടു ടയർ ഫുഡ് ദാറ്റ് വേ, ഹൗ ഹി ലവ്ഡ്. അവനെന്ത് ഇഷ്ടമായിരുന്നു ആഹാരം കിട്ടുമ്പോൾ. നമ്മളൊക്കെ ചെയ്യില്ലേ, കുട്ടികളൊക്കെ എപ്പോഴും ചെയ്യുന്നതാണ്, കിട്ടുന്ന ഫുഡ് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവൻ ഇങ്ങനെ കീറി ഇട്ടിട്ടൊക്കെയാണ് തിന്നുന്നത്, അത് എൻജോയ് ചെയ്ത്, അല്ലേ, ഫുഡ് കഴിക്കുന്ന രീതിയാണ്. അപ്പം കിളികളൊക്കെ ചെയ്യുന്നതായിരിക്കാം. അപ്പം സ്ക്രേപ്പിംഗ് ഹിസ് ബീക്ക്, അവനും ഇങ്ങനെ ചെയ്യുമായിരുന്നു. ആ കിട്ടുന്ന ആഹാരം കീറി ഇട്ടിട്ട് അവൻ്റെ ഓരോ തവണ കീറി കഴിയുമ്പോഴും അവൻ്റെ ബീക്ക് കൊണ്ട് പാറയിലൊന്ന് സ്ക്രേപ്പ് ചെയ്യും, ഒന്ന് ഉരയ്ക്കും. ടു വെറ്ററ്റ് എന്നാണ്, വെറ്റ് എന്ന വാക്ക് അടുത്ത പേജിലാണ്, WHET ആണ്, മൂർച്ച കൂട്ടുക എന്നുള്ള അർത്ഥമാണ്. വെറ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഈ ഒരകല്ലിനാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ ഈ കത്തിയൊക്കെ മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുന്ന കല്ലിനാണ് വെറ്റ് സ്റ്റോൺ എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഹി അട്ടേർഡ് എ ലോ കാക്കിൾ. അതൊക്കെ അമ്മയെ നൈസിന് ഒന്ന് വിളിച്ചു നോക്കി അമ്മ എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ബേർഡ്സിൻ്റെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഹിസ് മദർ കാക്കിൾഡ് ടു, അവൻ്റെ അമ്മയും തിരിച്ച്. അപ്പോൾ അവൻ പറഞ്ഞത് എങ്ങനെയാണ്, ഗ ഗ ഗ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഒരു പക്ഷേ അമ്മ താ ഒരു കഷ്ണം എനിക്കും താ എന്നുള്ളതാണ്. ബെഗിങ് ഹെർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്, അങ്ങനെ കുറച്ചും കൊണ്ടുത്താം, ആരും നോക്കുന്നില്ല എന്നുള്ള സ്റ്റൈലിലാണ്. അപ്പോൾ അമ്മ വളരെ എന്താണ്, മോക്കിംഗ് ഭാവത്തിൽ, മോക്കിംഗ്ലി എന്നാണ്, മോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർബാണ്, മോക്ക് ചെയ്യുക, മോക്ക് സംബടി, കളിയാക്കുക എന്നാണ്. അപ്പോൾ അവനെ കളിയാക്കുന്ന ഭാവത്തിൽ ഗൗളുവ എന്നൊരു ശബ്ദം ഉണ്ടാക്കിയെന്നാണ്. അപ്പോൾ അവർ രണ്ടുപേരും കിളികളുടെ ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ബട്ട് ഈ കെപ്റ്റ് കോളിങ് പ്ലെയിൻറ്റീവ്ലി, പക്ഷേ അവൻ്റെ അമ്മയോട് അവൻ പ്ലെയിൻറ്റീവായി. പ്ലെയിൻറ്റ് എന്ന വാക്ക് ഓർക്കാൻ എളുപ്പമാണ്, കംപ്ലയിൻറ്റ് ഓർത്താൽ മതി. ഈ ദുഃഖം പറയുന്നതിനാണ് പ്ലെയിൻറ്റ്. അപ്പം പ്ലെയിൻറ്റീവ്ലി, ദുഃഖസാന്ദ്രമായി അവനിങ്ങനെ വിളിക്കുകയാണ് വീണ്ടും. അമ്മയെ സോപ്പിടാനാണ്. ഇത് കറക്റ്റ് അല്ലേ? മൃഗങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ കാണാൻ, അല്ലെ, പൂച്ചയൊക്കെ വീട്ടിലുള്ളവർക്കറിയാം, ആഹാരമൊക്കെ വേണമെങ്കിൽ വന്ന് ഭയങ്കര നമ്പറിട്ട് കരഞ്ഞ്, അല്ലേ, ശരീര ചലനങ്ങൾ കൊണ്ട്, അംഗവിക്ഷേപങ്ങളെ കൊണ്ട് നമ്മളെ സോപ്പിടുന്നൊരു രീതി മൃഗങ്ങൾക്കൊക്കെ ഉണ്ട്. നമുക്കും കണ്ടാൽ മനസ്സിലാവും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ മാനുഷിക ഭാവവും മൃഗങ്ങളുടെ ഭാവവും തമ്മിൽ ബ്ലെൻഡ് ചെയ്യുന്നൊരു സ്റ്റൈൽ ഈ സ്റ്റോറിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ കരഞ്ഞ് അമ്മയോട് ആഹാരം തരാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി. ഹി ഗേവ് ഔട്ട് എ ജോയ്ഫുൾ സ്ക്രീം. അവൻ ഭയങ്കര സന്തോഷത്തിൽ, വളരെ സന്തോഷത്തിൽ അവൻ സ്ക്രീം ചെയ്തു. എന്തായിരിക്കും കാര്യം? നിങ്ങളൊരു സിനിമ സീൻ പോലെ ആലോചിച്ചാൽ മതി. അവൻ അമ്മയെ നോക്കി ഫുഡിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. അമ്മ വളരെ സ്റ്റേണായിട്ട് വേണമെങ്കിൽ ഒന്നെടുക്കുന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവൻ്റെ ക്ലോസപ്പ് മുഖം, അപ്പോൾ അവൻ കാണിക്കുകയാണ്. അപ്പോൾ അവൻ കരഞ്ഞ് സന്തോഷത്തോടെ അവൻ കരയുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അവൻ്റെ അമ്മ അവനടുത്തേക്ക് ഫുഡുമായി പറന്നു വരാൻ തുടങ്ങി. ഹിസ് മദർ പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ്, ഒരു കഷ്ണം മീനെടുത്ത്. ഹി വാസ് ഫ്ലൈയിങ് അക്രോസ് വിത്ത് ഇറ്റ്. അപ്പം ഒരു കഷ്ണം മീൻ എടുത്തുകൊണ്ട് ഷീ വാസ് ഫ്ലൈയിങ് അക്രോസ്, ഈ രണ്ട് ക്ലിഫുകൾക്കിടയിലുള്ള കടലിന് മുകളിലൂടെ അമ്മ ഇങ്ങനെ പറന്നു വരുന്നത് അവൻ കണ്ടു. ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം, ഇവനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എബ്രസ്റ്റ് ഓഫ് ദ ലെഡ്ജ് എത്തിയപ്പോഴത്തേക്കും, അതായത് എബ്രസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഈ നെഞ്ചെന്ന അർത്ഥത്തിൽ നിന്നുണ്ടായതാണ്. എബ്രസ്റ്റ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ഒരേ ലെവലിൽ എത്തുക എന്നാണ്. നമ്മൾ നെഞ്ചോട് നെഞ്ച് അല്ലേ നിൽക്കുക എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ പോലെ വെൻ ദ മദർ സീഗൾ റീച്ച്ഡ് എബ്രസ്റ്റ് ഓഫ് ദ ലെഡ്ജ്, ആ ലെഡ്ജിൻ്റെ അതേ ലെവലിൽ എത്തിയപ്പോഴത്തേക്കും, ആ എഡ്ജിൽ എത്തിയപ്പോഴത്തേക്കും ഷീ ഹോൾട്ടഡ്, അമ്മ അവിടെ ആകാശത്തിങ്ങനെ നിന്നു. ഹെർ വിങ്സ് മോഷൻലെസ്, ചിറക് വിടർത്തി, ചിറകനക്കാതെ ഈ കിളികൾ കാറ്റുള്ള സ്ഥലത്ത്, പരുന്തും ഈ കടൽ കാക്കയൊക്കെ ചെയ്യും. നല്ല കാറ്റുള്ള കടൽ തീരത്തൊക്കെ ആണെങ്കിൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഹോവർ ചെയ്ത് നിൽക്കും, ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ അവൻ്റെ അമ്മ ഇങ്ങനെ അനങ്ങാതെ ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ അവനിങ്ങനെ തലയേർത്ത് നോക്കിയപ്പോൾ അമ്മ യേശുക്രിസ്തു നിൽക്കുന്ന പോലെ കൈയൊക്കെ വീശി ഇങ്ങനെ നിൽക്കുകയാണ്. ബട്ട് എന്താണ്, അവന് ഫുഡ് കൊടുക്കുന്നില്ല. ബട്ട് ഹി വെയിറ്റഡ് എ മൊമെൻറ്റ് ഇൻ സർപ്രൈസ്. ഒരു നിമിഷം അവൻ സർപ്രൈസ്ഡ് ആയിട്ട് നിന്നെങ്കിലും, വണ്ടറിങ് വൈ ഷീ ഡിഡ് നോട്ട് കം നിയറർ, അമ്മ എന്തുകൊണ്ട് അടുത്തേക്ക് വന്നില്ല എന്നൊക്കെ വണ്ടർ ചെയ്തെങ്കിലും, ദെൻ മാഡൻ ബൈ ഹങ്കർ, അവന് വിശപ്പ് കൊണ്ട് ഭ്രാന്ത് പിടിച്ച് ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്, അവൻ ഒരൊറ്റ ചാട്ടം വെച്ച് കൊടുത്തു. വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ടു സ്പേസ്.
പിന്നെ അടുത്ത നിമിഷം എന്ന് പറയുന്നത് അവൻ തിരിച്ചറിയുകയാണ്. നമ്മൾ ടോം ആൻഡ് ജെറിയിലൊക്കെ ഇതുപോലത്തെ സീനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ടോം ജെറി ഇങ്ങനെ ഓടിക്കുമ്പോൾ ഈ മേശയൊക്കെ കഴിഞ്ഞ് ജെറി ചാടി ഓടി അങ്ങ് പോകും. ടോം ഓടി അന്തരീക്ഷത്തിൽ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് താഴോട്ട് നോക്കിയിട്ടാണ് താഴെ മേശയില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഗ്രാവിറ്റി ഓൺ ആവുന്നത്, താഴെ വീഴുന്നത് എന്ന് പറഞ്ഞ പോലെയൊക്കെയാണ്. ഇവൻ ഒരു നിമിഷം ഫുഡിന് വേണ്ടി എടുത്ത് ചാടുകയും അടുത്ത നിമിഷം അവൻ ചിന്തിക്കുന്നത് ഞാൻ ചവിട്ടി നിന്നിരുന്ന ഭൂമി എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. താഴേക്കും കടലിൻ്റെ വശത്തേക്കും അവൻ ഇങ്ങനെ വീഴാൻ തുടങ്ങി. ഹിസ് മദർ ഹാഡ് സ്വൂപ്ഡ് അപ്വേർഡ്സ്. അവൻ്റെ അമ്മ ചിറകടിച്ച് സ്വൂപ്പ് ചെയ്ത് പറന്നങ്ങ് പോയിരുന്നു. ആസ് ഹി പാത്ത് ബിനീസ് ഹി ഹേർഡ് ദ സ്വിഷ് ഓഫ് ഹർ വിങ്സ്. അമ്മയുടെ ചിറകിൻ്റെ ആ രണ്ട് ശബ്ദവും സ്വൂപ്പും സ്വിഷും ഒക്കെ ഇപ്പോൾ ഓണമറ്റോപ്പിക് വേർഡുകൾ എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ വാക്കിൻ്റെ അർത്ഥത്തെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ശബ്ദം ആ വാക്കിനുണ്ടാവും. അപ്പം നമ്മൾ സ്ഥിരം പറയുന്ന വാക്കുകളൊക്കെ ബസ്സിങ് ഓഫ് ബീസ്, അതുമല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ വീഴുന്നതിന് സ്പ്ലാഷ് എന്നൊരു സൗണ്ട് ഉണ്ട് അല്ലേ, ആ ശബ്ദം തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. അതുമല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ ഗൾപ്പ്, നിങ്ങൾ ആ ഗൾപ്പ് എന്ന വാക്ക് പറഞ്ഞാൽ തന്നെ അറിയാം വെള്ളം കുടിക്കുന്ന ശബ്ദമാണത്. അപ്പം അതുപോലെ ഒരു വാക്കാണ്. സ്വിഷ് ആൻഡ് സ്വൂപ്പിംഗ് സൗണ്ടൊക്കെ അവൻ കേട്ടു. അമ്മയുടെ ചിറകിങ്ങനെ അവൻ്റെ ശരീരത്തിൽ തൊട്ടില്ലെന്ന് പറഞ്ഞ് കടന്നുപോയ ശബ്ദം മാത്രം അവൻ കേട്ടു. അവൻ ഫുഡൊന്നും കിട്ടിയില്ല. ദെൻ എ മോൺസ്ട്രസ് ടെറർ സീസ്ഡ് ഹിം. ഒരു മോൺസ്റ്റർ അറിയാലോ, ഭീകരജീവിയാണ്. അപ്പോൾ ഒരു ഭീകരമായ ടെറർ, ഭയം അവൻ്റെ ഹൃദയത്തെ ചൂഴ്ന്നു. സീസ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് നോക്കണം. SEIZD ആണ്, IE അല്ല, SEIZD. സീസ്ഡ് ഹിം, അവനെ കവർന്നു, അവൻ്റെ ഹൃദയത്തെ മുറുകെ പിടിച്ചു. ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ. അവൻ്റെ ഹൃദയം ബീറ്റ് ചെയ്യുന്നില്ലായിരുന്നു ഒരു നിമിഷത്തേക്ക്. ഹി കുഡ് ഹിയർ നത്തിങ്, ഒന്നും കേൾക്കുന്നുമില്ല. ബട്ട് ഇറ്റ് ലാസ്റ്റഡ് ഒൺലി എ മൊമെൻറ്റ്. ഒരു നിമിഷം മാത്രമാണ്. മൂമെൻറ്റും നിങ്ങളെപ്പോഴും മിക്സപ്പ് ആക്കുന്ന രണ്ട് വാക്കുകളാണ്. മൊമെൻറ്റ് നിമിഷം, മൂവ്മെൻറ്റ് ചലനം, മാറിപ്പോരുത്. ഇതൊരു മൊമെൻ്റാണ്. ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. ഭയങ്കര ഈ കഥയിലെ ഒരു കീ പോയിൻ്റാണ്, സെൻറ്റൻസ് ആണത്. ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. അടുത്ത നിമിഷം അവൻ്റെ ചിറക് തനിയെ സ്പ്രെഡ് ചെയ്ത് വരുന്നത് അവൻ അടുത്ത നിമിഷം തിരിച്ചറിയാണ്. അവൻ ചിറക് വിരിച്ച് പറന്നു എന്നല്ല കഥാകാരൻ എഴുതിയിരിക്കുന്നത്. ഹി സേസ് ദാറ്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ് ദംസെൽവ്സ്. അത് തനിയെ തുറന്നു വരുന്നതായിട്ടാണ് അവൻ ഫീൽ ചെയ്തത്. ദിസ് ഇസ് വാട്ട് വി കോൾ അവർ ഇൻസ്റ്റിങ്ക്റ്റ്. നമ്മുടെ ബ്രെയിനിലും ജീനുകളിലുമൊക്കെ ഹാർഡ് കോഡഡായ കുറേ പ്രചോദനങ്ങളുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. ചില സമയമാകുമ്പോൾ തനിയെ ഉണർന്നു വരും. നമ്മളങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നത്. ആഹാരം തേടി പോകുന്നതും അല്ലെ ഇണയെ തേടി പോകുന്നതും നമുക്കിരിക്കാനുള്ളൊരു സേഫായ ഒരു വീടൊരുക്കുന്നതും. അത് പ്രത്യേകിച്ച് മൃഗങ്ങളുടെ ലോകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഒരു കിളികളൊക്കെ കൂടുകൾ ഉണ്ടാക്കുന്നതും ഭയങ്കര കോംപ്ലക്സായ ആൻഡ് ഹില്ലൊക്കെ നോക്കിയാൽ മതി, ഉറുമ്പുകൾ കൂട് വയ്ക്കുന്നതും. അപ്പോൾ അവർ പ്ലാൻ ചെയ്ത് എൻജിനീയേഴ്സിനെ കൊണ്ട് വരപ്പിച്ചിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ബട്ട് ദേ ഹാവ് എ സോർട്ട് ഓഫ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന വാക്കാണ് അതിനുപയോഗിക്കുന്നത്. നമ്മുടെ മനുഷ്യരുടെ ഉള്ളിലും അതുണ്ട്, പക്ഷെ നമ്മൾ തിരിച്ചറിയാറില്ല. ഉള്ളിലെ ചില തോന്നലുകൾ, ചില പ്രചോദനങ്ങൾ, ചില മുന്നറിവുകൾ, അതാണ് നമ്മളെ ജീവിതത്തിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നത് ആക്ച്വലി. പക്ഷെ നമ്മളതിനെ വിശ്വസിക്കാൻ, അതിനോട് കാതോർക്കാൻ പലപ്പോഴും ജീവിതത്തിൽ കഴിയാതെ പോകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും സ്റ്റക്കായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അമ്മ ഇവിടെ ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിച്ചത്, അവനെ പറക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അവൻ തിരിച്ചറിയുന്നത് അവൻ്റെ ചിറകുകൾ താനേ തുറന്നു വരുന്നതാണ്. ദ വിൻഡ് റഷ്ഡ് അഗൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെദേഴ്സ്. അവൻ്റെ നെഞ്ചിലെ ഫെദറുകളിലൂടെ കാറ്റ് തഴുകി കടന്നു പോകുന്നത് അവൻ അറിയുന്നുണ്ട്. അണ്ടർ ഹിസ് സ്റ്റൊമക്ക്, വയറിനടിയിൽ, ആൻഡ് അഗൻസ്റ്റ് ഹിസ് വിങ്സ്, ചിറകിൽ ഒക്കെ കാറ്റ് തഴുകുന്നത് അവൻ അറിയുന്നു. ഹി കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. അവൻ്റെ ചിറകിൻ്റെ അറ്റം, രണ്ട് ചിറകുകളിലെ അറ്റം വായുവിനെ കീറി മുറിച്ചുകൊണ്ട് പറക്കുന്നത് അവനിപ്പോൾ തിരിച്ചറിയാണ്. ഹി വാസ് നോട്ട് ഫാൾ ഹെഡ് ലോങ് എന്ന് പറഞ്ഞാൽ തലങ്കുത്തി വീഴുക എന്നാണ്. അപ്പോൾ ഇപ്പോൾ അവൻ തലങ്കുത്തി വീഴുകയല്ല. ഹി വാസ് ഫ്ലൈയിങ്, ഹി വാസ് സോറിങ് ഗ്രാജ്വലി. സോറിയ മീൻസ് ഫ്ലൈയിങ്. പതുക്കെ അവൻ ഗ്രാജ്വലി, സ്ലോലി പറന്നുയരുകയാണ്. ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്, താഴേക്ക് പറക്കുന്നുണ്ട്. അവൻ ഇതുവരെ ചിറകടിച്ച് പറന്നിട്ടില്ല, ഗ്ലൈഡ് ചെയ്ത് പോവുകയാണ്. ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്, അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞൊരു പാത്തിലൂടെ അവനിങ്ങനെ പറക്കുകയാണ്. ഹി ജസ്റ്റ് felt dizzy, that's all. He was no longer afraid. അപ്പോൾ അവൻ തിരിച്ചറിയാണ്, എൻ്റെ ഭയം മാറി.
ജസ്റ്റ് കുറച്ച് ഡിസി മീൻസ് ചെറുതായിട്ട് തല കറങ്ങുന്നുണ്ട്, അവൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കാം. ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് സോർഡ് അപ്വേർഡ്സ്. എന്നിട്ട് അവൻ ചിറകടിച്ച് പറന്നുയർന്ന മുകളിലേക്ക് പോയി. ഹി അട്ടേർഡ് എ ജോയസ് സ്ക്രീം. അപ്പോൾ അവൻ്റെ ഏകദേശം 2 ദിവസത്തെ അവൻ്റെ യാതനകൾക്ക് അന്ത്യമാവുകയാണ്. അവനും പറന്നു എന്നുള്ള സന്തോഷത്തിൽ അവൻ ഇനി കുറച്ചൊന്ന് അഹങ്കരിക്കാം. ഹി സോർഡ് ഹയർ. അവനും ഒരു ഒച്ചത്തിൽ കരഞ്ഞ് ശബ്ദം ഉണ്ടാക്കി. ഹി റേസ്ഡ് ഹിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗൈൻസ്റ്റ് ദ വിൻഡ്. നെഞ്ചൊക്കെ വിരിച്ച് അല്ലേ അവൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കാണിക്കാനൊക്കെ ആയിരിക്കാം. ചെറിയൊരു ഷോ ഓഫ് ഒക്കെ തുടങ്ങി. ഗഗ എന്നൊക്കെ പറഞ്ഞ് അവൻ ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ ഒരു ഹിസ് മദർ സൂപ്ഡ് പാസ്റ്റ് ഹിം, ഹെർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. അവൻ്റെ അമ്മ അവന് ചുറ്റും ചിറകടിച്ചുകൊണ്ട് പറന്നു. He answered with another scream. വീണ്ടും സ്ക്രീം ചെയ്തു. Then his father flew over with him screaming. Even the brothers and sisters joined them. A happy seagull family celebrating a big moment in the life of the little seagull. എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു അലമ്പ് സീഗൾ ഫാമിലിയാണ് അല്ലേ. എല്ലാവരും കൂടെ ഭയങ്കര ബഹളം വയ്ക്കുകയാണ്. ജസ്റ്റ് ബിക്കോസ് ആ ഫാമിലിയിലെ ഒരു യങ് മെമ്പർ മെയ്ഡ് an important first step in life. Then he completely forgot that he had not always been able to fly, and then commenced to dive and soar, shrieking shrilly. Then he completely forgot. അവൻ മറന്നുപോയത് അല്പം മുമ്പ് കൂടിൻ്റെ ഒരു മൂലയിൽ പേടിച്ചരണ്ടിരുന്നവനായിരുന്നു ഞാൻ എന്ന ബോധം അവന് നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കൊക്കെ സംഭവിക്കുന്നതാണ് അല്ലേ. ദുഃഖിക്കുകയും അത് ഒരു വലിയൊരു പ്രതിസന്ധി നേരിടുകയും അത് തരണം ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ മലയാളത്തിലൊക്കെ പറയുന്ന പോലെ പാലം കടക്കുവോളം നാരായണ, അത് കഴിഞ്ഞാൽ കുരായണ എന്ന് പറഞ്ഞ പോലെ അവന് വീണ്ടും അഹങ്കരിക്കുകയാണ്. അപ്പോൾ അവൻ വീണ്ടും പറന്ന് ഉയരങ്ങളിലേക്കൊക്കെ പറന്നു പോകാനൊക്കെ തുടങ്ങി. ഹി കമൻസ്ഡ് ടു ഡൈവ് ആൻഡ് സോർ. ഡൈവ് ചെയ്യാനും സോർ ചെയ്യാനും. ഡൈവ് താഴേക്ക് കുത്തനെ പറക്കുക, സോർ ചെയ്യുക ഉയർന്ന മുകളിലേക്ക് പോവുക ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഷ്രീക്കിംഗ് ഷ്രില്ലി, ഷ്രീക്ക് ചെയ്യുക നിലവിളിക്കുക, ഷ്രില്ലി ഹൈ പിച്ച്ഡ് നേരത്തെ കണ്ട വാക്കാണ്. ഹി വാസ് നിയർ ദ സീ നൗ. അവനിപ്പോൾ കടലിനടുത്തെത്തി. ഫ്ലൈയിങ് സ്ട്രെയിറ്റ് ഓവർ ഇറ്റ്. അതിന് സമാന്തരമായി അവനിങ്ങനെ പറക്കുകയാണ്. ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷൻ. കടലിലേക്ക് നോക്കിക്കൊണ്ട് അല്ലേ, സാഗരത്തിൻ്റെ ചക്രവാളത്തിലേക്ക് നോക്കി അവനിങ്ങനെ പറക്കുകയാണ്. ഈ സോ വാസ്റ്റ് ഗ്രീൻ സീ. ഒരു വാസ്റ്റായ ഒരു ബ്രോഡായ ഒരു പച്ചക്കടൽ. കടലിന് പച്ച വരും നിങ്ങൾക്കറിയാമല്ലോ. ആൽഗെ ബ്ലൂം ചെയ്യുന്ന സമയത്ത് കടലിന് പച്ചയാവുകയും എല്ലാ സമയത്തും നീല കളറാവുകയും ചെയ്യും. അപ്പം ഒരു പച്ചക്കടലിന് ചുറ്റും അവൻ കാണുകയാണ് ചുറ്റും. അവൻ അതിന് മുകളിലൂടെ സമാന്തരമായി പറക്കുകയാണ്. ഹി ടേൺഡ് ഹിസ് ബീക്ക് സൈഡ് വേസ്. ചെറിയ റിഡ്ജസ് ഒക്കെ കാണുന്നുണ്ട്, വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇട്ട്. അപ്പം റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ പാറക്കെട്ടുകളാണ്. പക്ഷേ ഈ പാറക്കെട്ടുകൾ അനങ്ങില്ലല്ലോ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ തിരമാലകൾ അനങ്ങുന്നതിനെ അവന് തോന്നുന്നത് ഇത് പാറക്കെട്ട് അനങ്ങുന്നതായിട്ടാണ്. കാര്യം ഹി ഹാഡ് നെവർ സ്റ്റെപ്ഡ് ഓൺ വാട്ടർ ഇൻ ഹിസ് ലൈഫ്. അവൻ താമസിക്കുന്ന ലെഡ്ജിലെ ഉറച്ച പാറയിൽ മാത്രമേ അവൻ കാല് വെച്ചിട്ടുള്ളൂ. അപ്പോൾ വെള്ളം എന്താണെന്ന് അവൻ അറിയില്ല. അതൊക്കെ അവൻ ഭയങ്കര അമ്യൂസ്ഡ് ആയിട്ട് നോക്കി പറക്കുകയാണ്. ഹി ടേൺഡ് ബീക്ക് സൈഡ് വേസ്. അവൻ്റെ ചുണ്ട് സൈഡിലേക്കൊക്കെ നോക്കി ക്രൗഡ് അമ്യൂസ്ഡ്ലി. ഇത് കൊള്ളാലോ എന്നൊക്കെയുള്ള സ്റ്റൈലിൽ അവൻ്റെ കുടുംബത്തേക്ക് നോക്കി അവൻ ക്രോയി അറിയാമല്ലോ, കിളികളുടെ ശബ്ദം ഉണ്ടാക്കി പറക്കുകയാണ്. അവൻ നോക്കിയപ്പോൾ ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ലാൻഡഡ് ഓൺ ദിസ് ഗ്രീൻ ഫ്ലോർ. അവൻ നോക്കിയപ്പോൾ ദർ ഇസ് ദിസ് ഗ്രീൻ ഫ്ലോർ ആൻഡ് ഹിസ് ഫാമിലി വാസ് സ്റ്റാൻഡിങ് ഓൺ ഇറ്റ്. അപ്പോൾ അവൻ നോക്കിയപ്പോൾ ഓക്കെ അവരവിടെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ കടലാണെന്ന് അവന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൻ നോക്കിയപ്പോൾ എന്നാൽ ഞാനും അവിടെ പോയി നടക്കാം എന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങോട്ട് ലാൻഡ് ചെയ്യാൻ പോയി. ബട്ട് വെൻ ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ്സ് ഇൻ ടു ഇറ്റ്, ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു ദ സീ. അവൻ നോക്കിയപ്പോൾ അവൻ്റെ കൈകൾ സിങ്ക് ചെയ്ത് പോയി. സിങ്കിൻ്റെ പാസ്റ്റാണ് സാങ്ക് അല്ലേ, മുങ്ങുക. അപ്പോൾ അവൻ്റെ കാലുകൾ കടലിലേക്ക് മുങ്ങി അങ്ങ് പോയി. അപ്പോൾ വീണ്ടും അവൻ ഭയന്നു. കാര്യം അവൻ ഇതുവരെ അങ്ങനെ അല്ലേ കാല് വെച്ചാൽ മുങ്ങിപ്പോകുന്നൊരു സാധനത്തിൽ അവൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഹി വാസ് സ്കാഡ്. വീണ്ടും അവൻ പേടിച്ചു. ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു ഇറ്റ് ആൻഡ് ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ്. നമ്മൾ ഫ്രൈറ്റൻഡ് ആവുക എന്നുള്ളതിൻ്റെ ഫ്രൈറ്റൻഡ് ആവുക വേർബും ഫ്രൈറ്റ് അതിൻ്റെ നൗണുമാണ്. ഭയം. അവൻ വീണ്ടും ഭയം കൊണ്ട് നിലവിളിച്ച് പറക്കാൻ നോക്കി. ബട്ട് ഹി വാസ് ടു ടയർഡ്. കാര്യം അവന് ഒരു ദിവസമായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അവൻ ടയർഡായിട്ട് എക്സോസ്റ്റഡായി ഈ ഒരു സ്ട്രെയിഞ്ച് എക്സർസൈസ്. കാര്യം അവൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു എക്സസൈസാണ് ഫ്ലൈയിങ്. അതൊക്കെ ചെയ്ത് ആദ്യമായിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എക്സ്ട്രാ തളരുമല്ലോ. അപ്പോൾ ഹി വാസ് കംപ്ലീറ്റ്ലി ടയർഡ്. അവൻ ശരി വിധിക്ക് കീഴടങ്ങിക്കൊണ്ട് വീണ്ടും അച്ഛാ ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നുള്ള സ്റ്റൈലിൽ വീണ്ടും അവൻ താഴേക്ക് പോയി. ഹി വാസ് ടയർഡ് ആൻഡ് വീക്ക്. His feet sank into the green sea and then his belly touched it and sank no further. അവൻ താഴേക്ക് ചെന്ന് അവൻ്റെ വയറ് വന്ന് ഈ തിരമാലയിൽ ഇടിച്ചപ്പോഴത്തേക്കും ഹി സാങ്ക് നോ ഫർദർ. പിന്നീട് അവൻ മുങ്ങിയില്ല. ബിക്കോസ് നിങ്ങൾക്കറിയാം ഈ താറാവും ഒക്കെ ഈ വാട്ടർ ബോൺ ബേർഡ്സ് എല്ലാം വാട്ടർ ഫൗൾസ് എന്ന് വിളിക്കും. അതല്ലേ, ആ ബേർഡ്സ് എല്ലാം ഈ വയറിൽ ഫ്ലോട്ട് ചെയ്താണ് നീന്തുകയൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ ഇവൻ അതുപോലെ വയറ് വന്നിടിച്ചപ്പോഴത്തേക്കും അവൻ എന്താണ് വീഴുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ പോയി കിടക്കുന്നു. കൊള്ളാം, പുതിയ കളി. അപ്പോൾ ഹി വാസ് എൻജോയിങ് ദാറ്റ് ഓൾസോ. ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ് ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ്, പ്രൈസിങ് ഹിം. അവനെ പ്രൈസ് ചെയ്യുന്നുണ്ട്, നന്നായിടാ എന്നൊക്കെ പറഞ്ഞ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഒരു കാർട്ടൂൺ സീനിലൊക്കെ പോലെ നിങ്ങൾക്ക് അത് ഇമാജിൻ ചെയ്യാം. ഈ ഡിസ്കവറി ചാനലൊക്കെ കണ്ടിട്ടുള്ളവർക്കും ഇതൊരു കോമൺ സൈറ്റാണ്. ഈ കടൽ കാക്കകളുടെയൊക്കെ പെൻഗ്വിനുകളുടെയൊക്കെ കഥ പറയുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഹിസ് ഫാമിലി വേർ ഓഫറിങ് ഹിം സ്ക്രാപ്പുകൾ, കഷ്ണങ്ങൾ ഓഫ് ഡോഗ് ഫിഷ്, ഒരു മറ്റൊരു മീനാണ്, കടലിലെ ചെറിയൊരു മീനാണ്. അതിൻ്റെ കഷ്ണങ്ങൾ അവനിങ്ങനെ കീറിയിട്ട് കൊടുക്കുകയും അവൻ്റെ ഈ ഒരു പ്രതിസന്ധി അവൻ കടന്ന് വന്നതിൻ്റെ ഒരു ആഘോഷമായിട്ട് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി സന്തോഷിക്കുകയും സന്തോഷം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തു. ബിക്കോസ് ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ആദ്യമായി അവൻ പറന്നു. ഇഫ് ഹി ഹാഡ് നോട്ട് ഷോൺ ദാറ്റ് കറേജ്, അല്ലെങ്കിൽ ഇഫ് ഹിസ് മദർ, ആക്ച്വലി വാട്ട് ദ മദർ ഡിഡ് ഹിയർ ഇസ് ഷീ ട്രിക്ഡ് ഹിം ഇൻ ടു ഫ്ലൈയിങ്. അവനെ പറ്റിച്ച് പറക്കാൻ പ്രേരിപ്പിച്ചതാണ്. ഇല്ലെങ്കിൽ അവൻ ഒരിക്കലും ഹി വുഡ് നെവർ ഹാവ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അതിലൊരു നിങ്ങൾ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, സം ബേർഡ്സ് ഡൈ ട്രൈങ് ടു ഫ്ലൈ ഫോർ ദ ഫസ്റ്റ് ടൈം. ചില ബേർഡ്സൊക്കെ ഈ പാറക്കെട്ടുകളിൽ നിന്നെടുത്ത് ചാടുമ്പോൾ അപ്പോൾ അതിൻ്റെ ചിറകിന് ചിലപ്പോൾ ചില പക്ഷികളുടെ ചിറക് സ്ട്രോങ് ആയിട്ടുണ്ടാവില്ല, ബട്ട് ദേ ട്രൈ ടു ഫ്ലൈ നൺദലെസ്. അതൊരു റിസ്ക്കാണ് ജീവിതത്തിൽ. ഇതൊക്കെ ലിവ് ഓർ അല്ലേ, നമ്മൾ ലൈഫ് ഓർ ഡെത്ത് സിറ്റുവേഷൻ എന്ന് പറയും. എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുക, ഇല്ലെങ്കിൽ മരണത്തെ നേരിടുക എന്നൊക്കെ പറയുന്ന ഹാർഡ് ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൂടെ നമ്മൾ മനുഷ്യരൊക്കെ കടന്നു പോകുന്നതാണ്. എന്നും നിത്യേന എന്നോണം നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ ചിലപ്പോൾ കടന്നു പോകാറുണ്ട്. പ്രത്യേകിച്ച് അല്ലേ ഇന്നത്തെ ലോകത്ത് നമുക്കറിയാം, അത്തരം വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വി ഹാവ് ടു മേക്ക് വാട്ട് വി കോൾ എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. ഒരു വിശ്വാസത്തിൻ്റെ ഒരു എടുത്തുചാട്ടം എന്ന് പറയും. നമ്മൾ അല്ലേ ദൈവത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒരു അതീത ശക്തിയിലോ പ്രകൃതിയിലോ അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന അച്ഛൻ, അമ്മ, കുടുംബം, അധ്യാപകർ എന്നൊക്കെ പറയുന്ന പോലുള്ള ശക്തികളിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ നന്മയിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മൾ എടുത്തു ചാടുകയാണ്. വി ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. അത് ചെയ്യുക ആണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ഒരു സ്ഥലത്ത് മടിച്ചു നിന്നുകൊണ്ട് വി ആർ നോട്ട് ഗോയിങ് ടു അച്ചീവ് എനിത്തിങ് ഇൻ ലൈഫ്. ഇവിടെ അമ്മയുടെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് തോന്നാം വാട്ട് ഷീ ഡിഡ് വാസ് ആക്ച്വലി എ ബിറ്റ് ക്രൂവൽ, ട്രിക്കിംഗ് എ ലിറ്റിൽ സീഗൾ ഇൻറ്റു ജമ്പിങ് ഓഫ് ദ ക്ലിഫ്, അല്ലേ, താഴെ വീണ് ചിലപ്പോൾ പാറയിലൊക്കെ ഇടിച്ച് എന്തെങ്കിലും സംഭവിക്കാനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഷീ മെയ്ഡ് ദാറ്റ് ഹാർഡ് ഡിസിഷൻ. അത് എല്ലാ അച്ഛനും അമ്മയ്ക്കും ചെയ്യേണ്ടി വരുന്നതാണ് ചിലപ്പോൾ ചില ഹാർഡ് ഡിസിഷനുകൾ. അപ്പം +1 ആദ്യം അല്ലെങ്കിൽ കോളേജിലൊക്കെ പോയി, പണ്ടേ കോളേജിലൊക്കെ ഭയങ്കര റാഗിങ് ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഞാനുമൊക്കെ ആലോചിച്ചിട്ട് എന്തിനാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ ഇവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോയത് എന്നൊക്കെ. അല്ലെങ്കിൽ ഈ നഴ്സറിയിലൊക്കെ കൊച്ചുകുട്ടികൾ കരയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു സീൻ ഓർക്കാൻ പറ്റും, അല്ലേ. എവിടെയെങ്കിലും കളിക്കാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് രാവിലെ കൊണ്ടുപോയി പറ്റിച്ചിട്ട് നഴ്സറിയിൽ ഇരുത്തിയിട്ട് പോകുമ്പോൾ നമ്മളിരുന്ന് കരയുന്ന രംഗങ്ങളൊക്കെ ആലോചിച്ചാൽ മതി. അപ്പം ഇതുപോലെയുള്ള ചില ക്രൂവൽ ഡിസിഷൻസ് ചില ജീവിതത്തിൻ്റെ ഹാർഡ് ഫാക്റ്റുകളിലേക്ക് തള്ളിയിടുന്ന ഒരു അവസരം എല്ലാ പാരൻസിൻ്റെ മുന്നിലും വരികയും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ട അവസ്ഥ എല്ലാ കുട്ടികൾക്ക് വരികയൊക്കെ ചെയ്യാറുണ്ട്. അതിനെ ഒരു സീഗിൾ ഫാമിലിയുടെ വ്യൂ പോയിൻറ്റിലൂടെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ കഥ ആക്ച്വലി ചെയ്തിരിക്കുന്നത്. ഒരു നല്ല ഒരു മോട്ടിവേറ്റിംഗ് ആയൊരു സ്റ്റോറി. താങ്ക് യു.